നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും കർഷക മനസ്സിലേക്ക് സ്വാഗതം. കാർഷിക മേഖലയിൽ ഒട്ടേറെ പൊതുപരീക്ഷണങ്ങൾ നടത്തി വിജയങ്ങൾ കൊയ്തെടുത്ത ഒരു കർഷകനെ സംസ്ഥാന സർക്കാരിൻ്റെ പുരസ്കാരവും ഇദ്ദേഹത്തെ തേടിയെത്തിയിരുന്നു. പത്മനാഭന്റെ കൃഷിയിടത്തിലെ വിശേഷങ്ങളാണ് ഇന്നത്തെ കർഷക മനസ്സിൽ. നമസ്കാരം ചേട്ടാ. ഇദ്ദേഹമാണ് ഞാൻ പരിചയപ്പെടുത്തിയ പത്മനാഭേട്ടൻ. ഇനി നമുക്ക് കൃഷിയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാം അല്ലേ? എങ്ങനെയായിരുന്നു കൃഷിയുടെ തുടക്കം? നമ്മൾ പഴയ കാലത്ത് ഒരു കൃഷി കുടുംബമായിരുന്നു. പക്ഷെ അവിടെ നിന്ന് പഴയ രീതിയിലുള്ള കൃഷി രീതികളൊക്കെ ആയിരുന്നു. നമ്മളൊരു 25 കൊല്ലം മുമ്പ് കൃഷിയുടെ രീതികളൊന്നും മാറ്റി. ആ രീതികൾ മാറ്റിയതിന് ശേഷം വളരെയധികം ലാഭകരമായിട്ടാണ് കൃഷി നമുക്ക് കാണപ്പെട്ടത്. അതിൻ്റെ ഒരു വലിയൊരു പ്രോത്സാഹനമാണ് ഈ വക കാര്യങ്ങൾ. നമ്മൾ കൃഷിയിൽ നിന്ന് തന്നെയാണ്, ഞാൻ എവിടേക്കും പുറത്തേക്ക് പോയിട്ടില്ല. ഈ കൃഷിയിൽ നിന്നുണ്ടാക്കിയുള്ള സമ്പാദ്യങ്ങളാണ് ഈ കാണുന്ന ഈ കൃഷി, നമ്മുടെ വീടും മറ്റുള്ള എല്ലാ ഇതും നമ്മൾ കൃഷിയിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയിരിക്കുന്നു. കൃഷി ഒരു നല്ല വരുമാന മാർഗ്ഗമാണെന്ന് തെളിയിച്ചു കഴിഞ്ഞു. നല്ല വരുമാനമാണ്. നമ്മൾ ആധുനികമായിട്ടുള്ള പല കൃഷികളും ചെയ്തു തുടങ്ങണം. പഴയ കാലത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കൃഷി ചെയ്യാച്ചാൽ ഒരു കൃഷി മാത്രം. നമ്മൾ ഇടവേളയായിട്ട് കൃഷി ചെയ്യുമ്പോൾ ഒരിക്കലും കൃഷിയിൽ നിന്ന് നഷ്ടം വരണത് എനിക്കുണ്ടായിട്ടില്ല എൻ്റെ അനുഭവത്തിൽ. പക്ഷെ പ്രകൃതിക്ഷോഭം കൊണ്ടൊക്കെ എന്തെങ്കിലും ഉണ്ടാകുമെന്നല്ലാതെ മറ്റൊരു കൃഷി എനിക്ക് നഷ്ടമായിട്ട് കണ്ടിട്ടില്ല. നമ്മൾ 20 കൊല്ലം മുമ്പെയാണ് ഈ ഒരു പ്ലാവ് കൃഷി ചെയ്യുക എന്നുള്ളൊരു ധാരണ വന്നത്. 30 സെൻറ്റ് സ്ഥലത്ത് 150 പ്ലാവ് വെച്ച് 150 പ്ലാവ് വെച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ അടി സ്ഥലത്ത് പോലെ നിരപ്പായ സ്ഥലത്ത് വെച്ചു. പിന്നെ അതിനെ ചാല് കോരി ഉയരത്തേക്കാക്കി. അപ്പോൾ ഈ പ്ലാവിനൊരു പ്രത്യേകത എന്താ വെച്ചാൽ, പ്ലാവിൻ്റെ വേരുകളൊന്നും നമ്മൾ എത്ര കൂപ്പ് കൂട്ടണോ അതിനനുസരിച്ച് അടിയിലേക്ക് പോകും. പിന്നെ ഈ അടുത്തടുത്ത് പ്ലാവ് വയ്ക്കുമ്പോൾ അതിന് ശിഖരങ്ങൾ തീരെ ഉണ്ടാവില്ല, പ്ലാവ് സ്ട്രൈറ്റ് ആയിട്ട് പോകും. ഈ 150 പ്ലാവിൻ്റെ മുകളിലും നമ്മൾ കുരുമുളകാണ് ഇപ്പോൾ കയറ്റി ഉണ്ടായിരുന്നത്. പിന്നീട് ആ സമയത്താണ് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി വാനില കയറി വന്ന സമയത്താണ് നമ്മൾ ഈ കുരുമുളക് കളഞ്ഞ് വാനില കൃഷി തുടങ്ങിയിട്ട് 3 വർഷം കഴിഞ്ഞപ്പോഴാണ് വാനിലയുടെ വില കൂടിപ്പോയത്. അപ്പോൾ ഈ പാലുള്ളതായതുകൊണ്ട് ഈ പ്ലാവിൻ്റെ മുകളിൽ വാനില പെട്ടെന്ന് അടിച്ചു കയറി. ആ സമയത്താണ് നമ്മൾ ഈ വാനില മുറിച്ച് കൊടുക്കലും ഒരു 6 ലക്ഷം രൂപയ്ക്ക് വാനിലയുടെ വള്ളി വിറ്റിട്ടാണ് നമ്മൾ അത് നേരത്തെ അതുപോലെ വീട് വയ്ക്കാനുള്ള ഒരു ശ്രമം ചെയ്തത്. അങ്ങനെ ഇപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വീണ്ടും നല്ല വില കുറഞ്ഞപ്പോൾ വീണ്ടും നമ്മൾ കുരുമുളകാക്കി. ഇപ്പോൾ നല്ല രീതിയിൽ കുരുമുളക് ഒരു ഇപ്പോഴത്തെ വിലയ്ക്കനുസരിച്ച് നമുക്ക് വളരെ കുറവാണ്. പക്ഷെ ഒരു 600 റുപ്യൊക്കെ വില കിട്ടുമ്പോൾ ഒരു 75,000 റുപ്യയുടെ മുളക് നിന്ന് കിട്ടിയിരുന്നു. ഇപ്പോൾ പിന്നെ വേറൊരു എന്താണെന്ന് വെച്ചാൽ ഏരിയമേ പ്ലാവ് നിൽക്കുമ്പോൾ കുരുമുളകിന് കേടുകൾ വരുന്നില്ല, ദുരിതവാട്ടമില്ല. എന്ന് വെച്ചാൽ വെള്ളം കെട്ടി നിൽക്കില്ല. പിന്നെ ഇതിന് സ്പ്രിങ്ക്ലർ സിസ്റ്റത്തിൽ നമ്മൾ വേനൽക്ക് നനച്ചു കൊടുക്കുന്നുണ്ട്. അത് വളരെ ലാഭകരമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. എന്താ വെച്ചാൽ മുളകിന് തൂക്കും കനവും എല്ലാം കൂടി വരുന്നുണ്ട്. പിന്നെ പ്ലാവ് സ്ട്രൈറ്റ് ആയി പോകാൻ അടുത്തടുത്ത് വെച്ചാലേ പ്ലാവ് പറ്റുള്ളൂ. ഇപ്പം 20 കൊല്ലത്തെ പ്ലാവാണ്. ഇപ്പം ഈ ഒരു 25-25 ഇഞ്ച് വണ്ണായിട്ടുണ്ട്. ഒരു 20 കൊല്ലം കൂടിയും കഴിയുമ്പോൾ അതൊരു 40 ഇഞ്ച് വണ്ണായാലും നമുക്കൊരു സമയത്ത് ഈ 30 സെൻറ്റ് സ്ഥലത്തുനിന്ന് ഈ പ്ലാവ് മുറിച്ച് വിൽക്കുമ്പോഴും അതെ നല്ലൊരു സംഖ്യ കിട്ടും. അങ്ങനെയാണ് നമ്മൾ ഈ പ്ലാവ് കൃഷി. പിന്നെ ആട് ഇതിന് ഇല പൊട്ടിച്ചു കൊടുക്കാനൊക്കെ വളരെ ലാഭകരമാണ്. 30 സെൻറ്റ് സ്ഥലത്ത് നിന്ന് 150 പ്ലാവ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഓരോ പ്ലാവിൻ്റെ ഇല ഒരു ദിവസം വിട്ടാൽ ഒരു 25 ആട് 30 ആടിന് കൊടുക്കാൻ കഴിയും. അപ്പോൾ നമ്മൾക്ക് എന്താ വെച്ചാൽ 150 ദിവസം കഴിഞ്ഞ് വരുമ്പോഴേക്കും വീണ്ടും അടുത്ത പ്ലാവ് വന്ന് വെട്ടാനുള്ള
ഇല ഇഷ്ടം പോലെ ആവും. നനി വളരെ ക്ലിയർ ആയിട്ട് കൊടുത്താൽ, വളം കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് ഈ കൃഷി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാവുന്ന ഒരു കൃഷിയാണ്. കുരുമുളകിന് നമ്മൾ ഈ വർഷക്കാലത്ത് നമ്മൾ ചാണകപ്പൊടി, വേപ്പ് മണ്ണാക്ക്, സൂഡോമോണസും ഇത് നമ്മൾ ചേർത്തിട്ട് നമ്മൾ കടക്കിൽ ഓരോ കിലോ ഇട്ട് കൊടുക്കും. അത് കൊല്ലത്തിലും നമ്മൾ ചെയ്യാറുണ്ട്. പിന്നെ നല്ല വർഷക്കാലത്ത് തുരിശും കുമ്മായും കൂടി പോടോ മിശ്രിതം ഉണ്ടാക്കിയിട്ട് ഒരു 1/2 ലിറ്റർ വെച്ച് കടക്കിൽ ഒഴിച്ചു കൊടുക്കാറുണ്ട്. കുരുമുളകിന് ഇതിൽ കീടങ്ങളുടെ ഇത്ര അടുത്ത് കൊടുത്തുകൊണ്ട് കീടങ്ങളുടെ വലിയ കുഴപ്പങ്ങൾ കാണാനില്ല. അല്ലെങ്കിൽ തണ്ടുതുരപ്പനോ മറ്റുള്ള കാര്യങ്ങളോ ഇതൊന്നും ഇതിൻ്റെ ഇടയിൽ കാണാനില്ല. പിന്നെ ഈ പ്ലാവിൻ്റെ മുകളിൽ കുരുമുളക് കയറിയ വേറൊരു പ്രത്യേകത വെച്ചാൽ ഒരിക്കലും വാട്ടം വരില്ല. ഈ പ്ലാവിന് ഈ പശ ഉള്ളതാണല്ലോ, അപ്പോൾ കുരുമുളകിൻ്റെ മുകളിൽ പറ്റിപ്പിടിച്ചുള്ള ആ രീതിയിൽ നമ്മൾ കുരുമുളകിന് മറ്റുള്ള കാലിനെയാട്ടിയൊക്കെ ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു കാലാണ് ഈ പ്ലാവിൻ്റെ മുകളിൽ കുരുമുളക് കയറ്റാന്ന് പറയുന്നത്. അത് എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി കൊടുത്തു. കുരുമുളക് പൊട്ടിക്കാനാണ് ലേശം പ്രയാസമുള്ളത്. നമ്മൾ ഏണി കൊടുത്തിട്ടാണ് അത് കുരുമുളക് പൊട്ടിക്കുന്നത്. എന്താ വെച്ചാൽ സ്ട്രൈറ്റായി പോയതുകൊണ്ട് എന്താ വെച്ചാൽ നമ്മൾ ഈ ഏണി ചാരി വയ്ക്കാനും എല്ലാം വളരെ എളുപ്പമാണ്. മറ്റേ കൊമ്പും ചില്ലല്ലോ, അതുകൊണ്ട് സ്ട്രൈറ്റായി പോയതുകൊണ്ട് അതിൻ്റെ മുകളിൽ കയറാനും 1-4 കെട്ട് കെട്ടിയാൽ സുഖമായിട്ട് അതിൻ്റെ മുകളിൽ നിന്ന് മുളകർത്ത് പോരാൻ പറ്റും. കുരുമുളക് നമ്മൾ പറിച്ച് ഉണക്കിയിട്ടാണ് നമ്മൾ കൊടുക്കാറ്. ഇപ്രാവശ്യം 300 ഉറുപ്പ്യുള്ളൂ, 900 ഉറുപ്പ്യ വില ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം മുളക് നമ്മൾ പറിച്ചിട്ട് ഉണക്കിയത്. പിന്നെ എന്താ വെച്ചാൽ കുരുമുളകിനെ സംബന്ധിച്ച് എത്ര കൊല്ലം വേണമെങ്കിൽ സൂക്ഷിച്ച് വെക്കാം. നമ്മൾക്ക് എപ്പോൾ വില കയറുന്നുവോ ആ വിലക്കനുസരിച്ച് വിൽക്കാൻ കഴിയുന്ന ഒരു സാധനമാണ് കുരുമുളക്. ഒരു 10 കൊല്ലം വരെയൊക്കെ കുരുമുളക് സ്റ്റോർ ചെയ്യാൻ പറ്റും, നന്നായിട്ട് ഉണക്കി കുരുമുളക് വെച്ച് കഴിച്ചിട്ട്. ചക്ക നമ്മൾ ഇടിച്ചക്ക പ്രായത്തിലാണ് നമ്മൾ ചക്ക പൊട്ടിച്ചു കൊടുക്കുന്നത്. എന്ന് വെച്ചാൽ ഈ പ്ലാവ് സ്ട്രൈറ്റായി പോയ കാരണം നമ്മൾക്ക് വലിയ ചക്ക ഉണ്ടായി കഴിഞ്ഞ് ഇറക്കാനും അത് കയറാനും ഒക്കെ വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്രാവശ്യം നമ്മൾ കഷ്ടി ഒരു 15 രൂപയുടെ ഇടിച്ചക്ക വിറ്റിട്ടുണ്ട്. ഇപ്രാവശ്യം ചക്ക കുറവാണ്, വളരെ കുറവാണ് ഈ പ്രാവശ്യം ചക്ക ഉണ്ടായിരുന്നത്. പക്ഷെ ഇതല്ല, ഇതിന് കണ്ടമാനം ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമ്മൾ തോട്ടി വെച്ച് വലിച്ച് ഇടാകുമ്പോൾ വലിയ ചക്കയാകുമ്പോൾ അത് പൊളിയും, കയറാൻ ബുദ്ധിമുട്ട്. ഇടിച്ചക്ക പ്രായത്തിൽ പൊട്ടിക്കുമ്പോൾ നമുക്ക് വളരെ 40 ഉറുപ്പ്യ കിലോ നമുക്ക് വില കിട്ടുന്നുണ്ട്. ആദ്യം ചക്ക ഉണ്ടാവുന്നുണ്ട്, വേനൽക്കാലത്ത് നനം കൊടുക്കുക കാരണം. വളരെ ലാഭകരമായുള്ളൊരു കൃഷിയാണ് എന്നുള്ളതാണ് നമ്മൾ അന്നത്തെ ആ കാലത്ത് ചെയ്തു വെച്ചാൽ ഇപ്പം അത് വളരെ ലാഭകരമായിട്ടാണ് എനിക്ക് കാണപ്പെട്ടത്. അച്ഛൻ ഒരു ചെത്തുകാരനായിരുന്നു. അച്ഛൻ പെട്ടെന്ന് പനയം വന്നു വീഴിലും അച്ഛന് ഭയങ്കര വിഷമങ്ങളൊക്കെ ഉണ്ടായതിന് ശേഷം നമ്മൾ ചെത്ത് തുടങ്ങി ഒരു 15 കൊല്ലം ചെത്ത് തുടങ്ങിയപ്പോൾ പിന്നെ കൃഷിയിലേക്കായിട്ട് ഫുള്ളായിട്ട് ഇറങ്ങിയപ്പോൾ ആധുനികമായിട്ട് ആദ്യം കുറ്റുമുല്ല കൃഷി തുടങ്ങി. പിന്നെ കൂർക്ക വളരെയധികം ലാഭകരമായിട്ട് നമ്മൾ കൂർക്ക കൃഷി പാടത്ത് ചെയ്തിരുന്നത്. പിന്നെ നമ്മൾ ചെയ്തിരുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പച്ചക്കറി, ജൈവ പച്ചക്കറി കൃഷി. അന്നും നമ്മൾ ചാണം വീട്ടിൽ ഒരു 10-100 ആടുണ്ടായിരുന്നു, ഒരു 10-30 പശുവൊക്കെ ഉണ്ടായിരുന്നു. അന്ന് കാലത്ത് ഈ കാലിവളം മാത്രമാണ് നമ്മളിതിന് ഉപയോഗിച്ചിരുന്നത്. അങ്ങനെ കുറ്റുമുല്ലയുടെ കൃഷി തുടങ്ങിയപ്പോൾ ഒരുവിധം മക്കൾ പഠിച്ചത് ആ കുറ്റുമുല്ല പൂവ് കൊണ്ടുപോയിട്ട് അവർ കൊണ്ടു കൊടുക്കും, നമ്മൾ പൊട്ടിച്ചു കൊടുക്കും. അവരുടെ പഠിപ്പ് ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചിരുന്നത് അവർ ആ പൂവിട്ടിട്ടായിരുന്നു. പിന്നീട് അവിടുന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ചീരകൃഷി തുടങ്ങി. ചീര നമ്മൾ വളരെ ലാഭകരമായിട്ട് നമ്മൾ ഒരു പ്രത്യേകത പറയുന്നത് വെച്ചാൽ 2 ദിവസം എടുത്തു വെച്ചാലും എൻ്റെ ചീര വാടില്ല എന്നാണ്. എൻ്റെ ചീര എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെറും ജൈവമായിട്ട് ചാണകവെള്ളം മാത്രം തെളിച്ചു കൊടുത്തിട്ടാണ് നമ്മൾ അതിൻ്റെ കടക്കിലേക്ക് വിട്ടിട്ടാണ് നമ്മൾ സ്ലറി പോലെ ഉണ്ടാക്കിയിട്ട് ബയോഗ്യാസിൽ നിന്ന് പോണ സ്ലറി ഇട്ടിട്ടാണ് ചീരകൃഷി തുടങ്ങിയത്. ആ ചീരകൃഷി വളരെയധികം ഒരു കെട്ടിന് വീട്ടിൽ എല്ലാവരും ചീര കെട്ടാനും മറ്റുള്ള അച്ഛനും അടക്കം ചീര കെട്ടാൻ ഒപ്പം നിൽക്കും. ഡെയിലി ഒരു 500 കെട്ട് ചീര കടങ്ങോട് നിന്ന് പൈന് വരെ ഒരു MIT വണ്ടിയുമ്പോഴാണ് 500 കെട്ട് ചീര കൊണ്ടുപോവുക. പിന്നെ നമ്മൾ കൂർക്ക കൃഷി പാടത്ത് വിപുലമായിട്ട്
എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 30-40 പെണ്ണുങ്ങളും ഒരു 10-15 ആണുങ്ങളുമായിട്ടുള്ള കൂർക്ക കൃഷി 100 ഏക്കർ വരെ കൂർക്ക കൃഷി ചെയ്തിട്ടുണ്ട്. അതൊന്ന് വളരെ ലാഭകരമായിട്ട് ഒരു ഒരു കൂർക്ക കൃഷി ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂർക്ക കൊണ്ടുപോയി കൊടുത്താൽ അതേപോലെ ചാക്ക് നിറച്ച് പൈസ എന്ന് പറയുന്ന അങ്ങനത്തെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, ഒരു 78-79-ലൊക്കെ. അപ്പോൾ അങ്ങനെ ഒരു 100 ഏക്കർ സ്ഥലത്തൊക്കെ വളരെ നന്നായിട്ട് കൂർക്ക കൃഷി ചെയ്തിരുന്നു. അതിലാണ് എനിക്ക് ലാഭകരമായിട്ടുള്ള വലിയ ലാഭം ഉണ്ടായതും നമ്മുടെ നേട്ടങ്ങളും. മറ്റുള്ള ചീനി കൂർക്കയാണ് എൻ്റെ മെയിൻ കൃഷി ഉണ്ടായിരുന്നത്. അപ്പോൾ വളരെ ലാഭകരമായിട്ടാണ് കൃഷി ഇപ്പോഴും ഉണ്ട്. 1000 വാഴ ഉണ്ട്, പിന്നെ പച്ചക്കറി കൃഷിയുണ്ട്, പിന്നെ തക്കാളി കൃഷി, അങ്ങനെ എല്ലാവിധ വെണ്ട, വഴുതന, എല്ലാവിധ ജൈവ കൃഷികളും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ മുളക് കൃഷി കുറച്ച് കൂടുതലായിട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ചേന, ഇപ്പോൾ വാഴയിടയിൽ ചേന കൃഷി വിപുലമായിട്ട് തന്നെ ചേന നന്നായിട്ട് വിളവ് കിട്ടി ഒരു കൊല്ലത്തിൽ. ഇപ്പോൾ രണ്ടാമതും ഇപ്പോൾ 1000 വാഴ ഇടയിൽ ചേന കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ പോളി ഹൗസ് ഉണ്ടായിരുന്നു, പോളി ഹൗസിൽ ചുണ്ടമല്ലി കൃഷി, പിന്നെ മല്ലിച്ചെപ്പ്, പൊതീന. നമ്മളുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ എല്ലാവരും ചെയ്യുന്ന കൃഷി നമ്മൾ ചെയ്യില്ല, നമ്മളതിലൊരു സ്പെഷ്യലായിട്ട് ചെയ്യുക. മല്ലിച്ചെപ്പ്, പൊതീനയൊക്കെ പോളി ഹൗസിൽ വളരെ നന്നായിട്ടുണ്ടാവും, അതിന് നല്ല വില കിട്ടും. പിന്നെ നമ്മൾ ഈ ചീരകൃഷി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വർഷക്കാലത്ത് പോളി ഹൗസിൽ ചീരകൃഷി ചെയ്ത് കഴിഞ്ഞാൽ ഈ നോമ്പ് കാലമാണ്, ആ കാലത്ത് വളരെ വില കൂടുതൽ. ഇപ്പോൾ നമ്മൾക്ക് ഒരു കെട്ടിന് 20 രൂപ വെച്ചിട്ട് നോമ്പ് കാലത്തൊക്കെ നമുക്ക് കിട്ടിയിരുന്നു. വർഷക്കാലത്ത് ഈ പോളി ഹൗസിലെ ചീരയ്ക്ക് ഒരു കംപ്ലൈൻറ്റും ഉണ്ടാവില്ല, നല്ല തരത്തിൽ നമുക്ക് ചീരി ലാഭകരമായിട്ട് വരുന്നുണ്ട്. നമ്മൾ മൊത്തം 40 സെൻറ്റ് ഉള്ള സ്ഥലത്തിൽ 10 സെൻറ്റിലാണ് നമ്മളിപ്പോൾ ഈ കവുങ്ങ് കൃഷി തുടങ്ങിയത്. ആദ്യം ഈ സ്ഥലത്തൊക്കെ പച്ചക്കറി കൃഷിയാണ് നമ്മൾ ചെയ്തു തരുന്നത്. കാലത്തിനനുസരിച്ച് നമ്മൾ ഓരോ വിളവുകളും മാറ്റി ചെയ്തില്ല വെച്ചാൽ നമ്മൾക്കത് പണിക്കാരെ കിട്ടാനും വളരെയധികം ബുദ്ധിമുട്ടാണ്. അപ്പോഴാണ് ഞാൻ മുഹിനഗർ കഴുങ്കാണ് ഇപ്പോൾ ഇതിൽ പ്ലാൻ ചെയ്തിരിക്കുന്നത്. 10 സെൻറ്റ് സ്ഥലത്ത് 95 കഴുങ്കാണ് നമ്മളിപ്പോൾ വെച്ചിരിക്കുന്നത്. ആ കഴുങ്ങ് 3 വർഷമായ കഴുങ്കാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കഴുങ്ങിൻ്റെ മുകളിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 2 വർഷം കൂടിയും കഴിഞ്ഞാൽ നമ്മൾക്ക് കുരുമുളക് കയറ്റാം. അപ്പോൾ മൊത്തം 40 സെൻറ്റ് സ്ഥലത്ത് നിന്ന് കുറച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് വളരെ പണിക്കാരെ കുറച്ച് ആദായം എടുക്കാൻ പറ്റാവുന്ന ഒരു രീതിയിലേക്ക് കൊണ്ടുവരികയാണ് സ്ഥലങ്ങൾ എല്ലായിടത്തും. അപ്പോൾ നമ്മുടെ സ്ഥലങ്ങളിലൊക്കെ എല്ലാ സ്ഥലങ്ങളിലും ലേബർ കൂടുതലില്ലാത്ത കൃഷികളാണ് ഇനി ഞാൻ കൊണ്ടുവരാൻ പോണത്. എന്താ വെച്ചാൽ പ്രായം അത് വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ലേബറെ വെച്ച് പണിയെടുപ്പിക്കേണ്ട കാലം കഴിഞ്ഞു തുടങ്ങി. അപ്പോൾ അതിൻ്റെ പേരിൽ നമ്മളെന്താ വെച്ചാൽ ഈ വളരെ സിമ്പിളായിട്ടുള്ള കൃഷികളാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കിഴങ്ങിൻ്റെ മുകളിലൊക്കെ കുരുമുളക് കയറ്റാം, അതുപോലെ അടയ്ക്ക ഉണ്ടാക്കാനുള്ള കാരണം എന്താ വെച്ചാൽ എല്ലാ സ്ഥലങ്ങളിലും കിഴങ്ങ് മുറിച്ച് പോയിക്കൊണ്ടിരിക്കുക, പാക്കിന് വില കൂടിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇനിയൊരു ജനറേഷൻ വരുമ്പോൾ അടയ്ക്ക കിട്ടാല്ലാതെയാവും. അപ്പോൾ നമ്മൾക്ക് അടയ്ക്കയ്ക്ക് നല്ല വില കിട്ടും. അപ്പോൾ കർഷകന് ഇങ്ങനെ ഓരോ പുതുതായിട്ട് വരുന്ന എല്ലാവരും മാറ്റുന്ന കൃഷി നമ്മൾ ചെയ്യുക. ആ ചെയ്യുമ്പോൾ നമ്മൾക്ക് നല്ല ലാഭകരമായിട്ട് ഓരോ സമയത്തും വില കിട്ടും. ഇതിന് നല്ല രീതിയിൽ തന്നെ വിളവെടുപ്പ് എടുക്കാൻ കഴിയും. ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ടാവും കർഷകന് കൊടുക്കാൻ. അങ്ങനത്തെ ഒരു രീതിയിലേക്കാണ് ഞാൻ ഈ കൃഷി കൊണ്ടുവരുന്നത്. പഴയ കാലത്തും ഞങ്ങളൊരു കൃഷി കുടുംബമാണ്. ആ കാലത്ത് ഈ കൃഷിയിൽ നിന്ന് ലാഭമൊന്നും ഇല്ലാതെ ആയപ്പോൾ കൃഷി വളരെ ഡൗൺ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് അച്ഛൻ്റെ ഈ പനയെന്ന് വീഴ്ചയും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒരിക്കൽ ഗൾഫിൽ പോകാൻ നിന്നു. അപ്പം അച്ഛൻ പറഞ്ഞു ഈ സ്ഥലങ്ങളൊക്കെ വിറ്റ് പോകും. അപ്പോൾ പിന്നെ കൃഷിയിലേക്ക് ഇറങ്ങി. കൃഷി അങ്ങനെയാണ് നമ്മൾക്ക് ഈ കൃഷിയിൽ പഴയ കാലത്ത് ആ കൃഷി രീതി നമുക്ക് പരിചയമുണ്ടായിരുന്നു. അങ്ങനെ കൃഷി തുടങ്ങി. അതിൽ വളരെ പുതുമയുള്ള കൃഷികളാണ് നമ്മൾ തുടങ്ങിയത്. അങ്ങനെ ഇന്നും അതെ, പുതിയ കാര്യങ്ങൾ ചെയ്യണം, പുതിയ കൃഷി രീതികൾ മാറ്റുന്നതിൽ വളരെയധികം ലാഭകരമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒരു 20 കൊല്ലം
ചെങ്ങാലിക്കോടൻ വാഴയാണിത്. ഓണത്തിനാണ് ഈ ചെങ്ങാലിക്കോടൻ വാഴ നമ്മൾ വെട്ടാളം. ഒരു കുഴിയിൽ 2 വാഴ വെച്ചിട്ടാണ് വെക്കുന്നത്. പിന്നെ ചേന, അതിൻ്റെ ഇടയിൽ ചേന കൃഷി ഉണ്ട്. ഈ വാഴ നനയ്ക്കണോടൊപ്പം ഇടയ്ക്ക് ഈ ചേനയ്ക്കൊന്ന് നനച്ചു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വിഷുവിനും ഓണത്തിനും പറിക്കാം. വലിയേന വിഷുവിന് പറിക്കാം. ഞാൻ ചെങ്ങാലിക്കോടൻ, പുളിയംപെട്ടി, പിന്നെ കുംഭവാഴ എന്ന് പറയുന്ന ഒരു വാഴ ഉണ്ട്. അങ്ങനെ 3 ഇനാണ് കൃഷി ചെയ്യണത്. അപ്പോൾ മൊത്തം 1000 വാഴ ഉണ്ട്. അതിൽ 500 ചെങ്ങാലിക്കോടനും 250 പുളിയംപെട്ടി, 250 കുംഭവാഴയും. ഇങ്ങനെ 3 ഐറ്റം വാഴയാണ് നമ്മൾ കൃഷി ചെയ്യുന്നത്. ഒരു കുഴിയിൽ 2 വാഴ വെച്ചിട്ടാണ് നമ്മൾ ഈ നട്ടിരിക്കുന്നത്. ഒരുവിധം 12 കിലോ 13 കിലോ നമുക്ക് ആവറേജ് കിലോ തൂക്കം കിട്ടാറുണ്ട്. പരിപാലനം നമ്മൾ വാഴ വയ്ക്കുമ്പോൾ വേപ്പമിണ്ണാക്ക്, പിന്നെ ഇത്തിള് കൂടിയിട്ട് ഇടും. പിന്നെ സൂഡോമോണസത്തിൽ മുക്കിയിട്ടാണ് കന്ന് വയ്ക്കുക. അങ്ങനെ മാസത്തിൽ 2 തവണ സൂഡോമോണസ് അടിച്ചു കൊടുക്കും വാഴയ്ക്ക്. അപ്പോൾ ഈ കൂടുതൽ ഈ കൂമ്പ് തരുതരുത്ത് വരുന്നതിനും കല്ലക്കേടിനും ഒക്കെ വളരെ നല്ലതാണ്. വാഴ ഇലയ്ക്ക് നല്ല കനം കിട്ടുന്നുണ്ട്. വാഴ വലിയ കംപ്ലൈൻ്റ് ഇല്ലാതെ, ഇപ്പോൾ ഈ കുഴിയിൽ വെച്ച വാഴകൾക്കൊന്നും വലിയ കംപ്ലൈൻ്റ് ഇല്ലാതെ കൊല്ലത്തിലും നമുക്ക് കിട്ടാറുണ്ട്. കേട് കുറവാണ്. പിന്നെ എല്ലുപൊടി ഇടും, പിന്നെ ആട്ടുംകാട്ടം, ചാണാപ്പൊടി, ഇങ്ങനെയുള്ള ജൈവവളങ്ങൾ മാത്രമാണ് ഞാൻ ഉപയോഗിക്കുന്നുള്ളൂ. മാർക്കറ്റിൽ ഇതിൽ ചെങ്ങാലിക്കോടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിൽ നല്ല വിലയാണ്. മറ്റേ പുളിയംപെട്ടിക്ക് 30 റുപ്യ ഉള്ളപ്പോൾ ചെങ്ങാലിക്കോടൻ 50 രൂപയാണ്. ചെങ്ങാലിക്കോടൻ്റെ മാർക്കറ്റ് എപ്പോഴും നമ്മുടെ നാടിൻ്റെ തനിമ പോലെ ചെങ്ങാലിക്കോടൻ കായ്ക്ക് എന്താ വെച്ചാൽ അതിൻ്റെ കരയ്ക്കും അതിൻ്റെ ഉരുളമയ്ക്കും, പിന്നെ പൊട്ടിച്ച് നോക്കി കഴിഞ്ഞാൽ ശരിക്കും അരികൾ അതിൽ ശരിക്കും കാണാൻ സാധിക്കും. പിന്നെ തൊലി പൊളിക്കുമ്പോൾ ഒന്ന് ഇങ്ങനെ മിന്നാട്ടം പോലെയാണ് തൊലി പൊളിഞ്ഞു വരിക. മറ്റത് വഴുവഴുപ്പുണ്ടാവും. പക്ഷെ ചെങ്ങാലിക്കോടന് അതിൻ്റെ ഒരു വലിയൊരു ഗുണമുണ്ട്. ചെങ്ങാലിക്കോടനാണ് കൂടുതലും മാർക്കറ്റിൽ വാല്യബിൾ. നല്ല ചിലവുണ്ട്. ഓണക്കാലത്ത് അല്ല, എല്ലപ്പോഴും നാടൻ ചെങ്ങാലിക്കോടന് വില ഉണ്ട്. മൊത്തം നമ്മൾക്കൊരു 2-2.5 ഏക്കർ സ്ഥലത്ത് ഇപ്പോൾ വാഴക്കൃഷി നടത്തുന്നത്. നമ്മൾ സ്വന്തമായി മരുന്ന് കണ്ടെത്തിയത് പിണ്ടിപ്പുഴുവിന്, പിന്നെ ഈ മിളക് കുരുടിപ്പിന്, ഇങ്ങനെയുള്ള മരുന്നുകളും. പിന്നെ നമ്മൾ ജൈവമായിട്ടുള്ള ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ ഈ പശുമൂത്രം ചാണകവെള്ളം, പശുമൂത്രം 1 ലിറ്ററിൽ നമ്മൾ 3 ലിറ്റർ വെള്ളം ഒഴിച്ചിട്ട് വെള്ളം തെളിച്ചു കൊടുത്താൽ, പിന്നെ കഞ്ഞിവെള്ളം അതിൽ ഡൈലൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ വെള്ള പ്രാണികൾ വരുന്നുണ്ട്, അവരൊക്കെ പെട്ടെന്ന് അതൊന്ന് പോവും. ഈ കഞ്ഞിവെള്ളം, പഴയ കഞ്ഞിവെള്ളം ചേർത്ത് കഴിഞ്ഞാൽ അതിനൊരു ഒട്ടിലുണ്ട്. ആ ഒട്ടിലുണ്ടായാൽ തന്നെ പെട്ടെന്ന് ഈ മരുന്ന് അതിൻ്റെ മുകളിലേക്ക് പിടിക്കും. അങ്ങനത്തെ കുറേ ചെറിയ ചെറിയ മരുന്നുകളൊക്കെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. പിന്നെ ഈ വാഴയുടെ പിണ്ടിക്കേടിന് മുള്ളിയിലം എന്ന് പറയുന്ന ഒരു ഇല ഉണ്ടായിരുന്നു. അത് ചതച്ച് വാഴൻ്റെ കുരലിടായിരുന്നു പഴയ കാലത്ത് നമ്മൾ ചെയ്തിരുന്നത്. അപ്പോൾ ഈ ചെള്ളംകേട് തീരെ വരില്ല. ഇത് 2 ഏക്കർ 9 സെൻറ്റ് സ്ഥലമാണ്. 2 ഏക്കർ 9 സെൻറ്റ് സ്ഥലത്ത് നമ്മൾ റബ്ബർ പ്ലാന്റേഷൻ ചെയ്തിരുന്നു. ഇപ്പോൾ ഷോട്ടർ വെട്ടേണ്ട സമയമായി. ആ സമയത്ത് മരത്തിനും വിലയില്ല, നമ്മൾക്ക് വെട്ടാനും പറ്റാത്തൊരു സമയമാണ്. അപ്പോൾ ഞാൻ ഈ ഞാൽക്കണ്ണിയിൽ വെച്ചുള്ള റബ്ബറാണ്, വെള്ളത്തിന് സമൃദ്ധിയായിട്ടുള്ള സൗകര്യമുണ്ട്. അപ്പോൾ ഈ റബ്ബറിൻ്റെ മുകളിൽ നമ്മൾ കുരുമുളക് കയറ്റി, ഈ കുരുമുളക് കയറ്റുമ്പോൾ ഒരു 5 കൊല്ലം ഇത് വെട്ടാതെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഷോട്ടർ വെട്ടേണ്ട, ഇപ്പോൾ എന്താ വെച്ചാൽ ഷോട്ടർ വെട്ടുമ്പോൾ പാലില്ല. ഈ 5 കൊല്ലം വരെ നമ്മൾ ഈ കുരുമുളക് കയറ്റി, ആ കുരുമുളക് 5 കൊല്ലം കഴിഞ്ഞാൽ ഈ റബ്ബറിൻ്റെ മുകളിൽ തന്നെ ഈ കുരുമുളകിൻ്റെ വള്ളി നമുക്ക് അകത്തി പിടിച്ചിട്ട് കെട്ടി റബ്ബർ പാൻറ് ഇട്ട് കെട്ടിയാൽ ഈ ഭാഗം ഈ 5 കൊല്ലം കഴിഞ്ഞാൽ ഈ വെട്ടിയ ഭാഗത്ത് കംപ്ലീറ്റ് തൊലി കയറുന്നതാണ്. ആ തൊലി കയറി കഴിഞ്ഞാൽ വീണ്ടും നമുക്കൊരു 15 കൊല്ലം 20 കൊല്ലം വെട്ടാൻ ഒരു ബുദ്ധിമുട്ടില്ല. ഈ റബ്ബറിൻ്റെ വള്ളി ഇങ്ങനെ പിടിച്ച് ഇത് അകത്തി കെട്ടി കഴിഞ്ഞാൽ വള്ളി മുകളിലേക്ക് 5 വർഷം വരെ നമ്മൾ ഇത് ഷോർട്ടറായല്ലോ, 5 വർഷം വരെ വെട്ടാതിട്ട് കഴിഞ്ഞാൽ ഈ 5 വർഷത്തെ 2 വർഷം കഴിഞ്ഞാൽ കുരുമുളക് കായ തുടങ്ങും. അപ്പോൾ ഈ 5 വർഷം നമുക്ക് കുരുമുളക് നന്നായിട്ട് ഈൽഡായിട്ട് കിട്ടും ചെയ്യും. അപ്പോൾ നമ്മൾക്ക് ഈ കുരുമുളക് പോണില്ല,
റബ്ബർ 5 കൊല്ലം കഴിഞ്ഞ് ഈ തൊലി കംപ്ലീറ്റ് മൂടി റബ്ബർ വണ്ണം വരും. ആ സമയത്തേക്ക് നമുക്ക് റബ്ബറിന് നല്ലൊരു വില കിട്ടും ചെയ്യും. പിന്നെ ഇതേ വെട്ടി പോലെ 15 കൊല്ലം റബ്ബർ വെട്ടാനും കഴിയും നമുക്ക്. നമ്മൾ ചേലക്കര ഒരു ഭാഗത്ത് പോയപ്പോൾ ഇതേപോലെ ഒരു പാർട്ടി 50 റബ്ബറിൻ്റെ മുകളിൽ കുരുമുളക് ഇട്ട് കണ്ടതാണ്. പഴയന്നൂര ഭാഗത്ത് ഉള്ളതാണ്. അപ്പോൾ അങ്ങനെ കണ്ടപ്പോൾ നമുക്കും എന്താ ഇത് ചെയ്താൽ എന്നുള്ളത് നോക്കിയിട്ടാണ് നമ്മളിപ്പോൾ റബ്ബറിൻ്റെ മുകളിൽ പ്ലാന്റേഷൻ ചെയ്തുകൊണ്ട് വരണുള്ളൂ. ഇപ്പോൾ എല്ലാ റബ്ബറിൻ്റെ കടക്കിലും കുരുമുളക് പ്ലാന്റേഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് രണ്ട് വർഷത്തിൻ്റെ ഉള്ള റബ്ബർ ഈ കുരുമുളക് കായാവും. അങ്ങനെ ഒരു 5-6 വർഷം കഴിയുമ്പോഴേക്കും ഇതിൻ്റെ മുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ വീണ്ടും ഈ റബ്ബറിന് വളങ്ങളും നനയും കൂടുതൽ ചെല്ലുമ്പോൾ ഇതിൻ്റെ തൊലി കനം കൂടും. അപ്പോൾ നമ്മൾ പണ്ട് വെട്ടിയിരുന്ന മാതിരി ഒരു 15 കൊല്ലം 20 കൊല്ലം വീണ്ടും നമുക്ക് വെട്ടാം. റബ്ബറിന് തൊലി കയറാ വേണ്ടത്. അപ്പോൾ കൊമ്പും ചില്ലും കൂടുതലായ പാല് വീണ്ടും വരും. അല്ലാതെ റബ്ബർ ഷോർട്ടർ വെട്ടിക്കൊള്ളണമെന്നില്ല. അതാണ് എൻ്റെ ഒരു അഭിപ്രായം. മണ്ണിൽ എല്ലുമുറിയെ പണിയെടുത്താൽ പല്ലുമുറിയെ തിന്നാമെന്ന പഴമൊഴി കേട്ടിട്ടില്ലേ? ഈ പഴഞ്ചൊല്ലിനെ അർത്ഥവത്താക്കുന്നതാണ് കടങ്ങോട് സ്വദേശി VK പത്മനാഭൻ എന്ന കർഷകന്റെ ജീവിതം. കൃഷിയെ ആത്മാർത്ഥമായി സ്നേഹിക്കുകയും മണ്ണിൽ വിയർപ്പൊഴുക്കുകയും ചെയ്തപ്പോൾ പത്മനാഭനെ തേടിയെത്തിയത് ഒട്ടേറെ നേട്ടങ്ങളും അംഗീകാരങ്ങളുമാണ്. വീടും സകല സമ്പാദ്യവും ഇദ്ദേഹത്തിന് നേടാനായതും കൃഷിയിൽ നിന്നാണ്. പത്മനാഭൻ ചെയ്യാത്ത കൃഷി രീതികളില്ല. അതെല്ലാം വൻ വിജയമാകുകയും ചെയ്തു. ഇത് എല്ലാവർക്കും മാതൃകയാക്കാവുന്നതുമാണ്. ഇതോടെ കർഷക മനസ്സിൻ്റെ ഒരു അധ്യായത്തിന് തിരശ്ശീല വീഴുകയാണ്. വീണ്ടും കാണാം അടുത്ത അധ്യായത്തിൽ. നന്ദി, നമസ്കാരം.